ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വെന്ത വെളിച്ചെണ്ണ അഥവാ ഉരുക്ക് വെളിച്ചെണ്ണ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വന്നാലോ. ആദ്യം നമ്മൾ കുറച്ച് നാളികേരം എടുക്കുക. ഞാനിവിടെ 7 നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് കൂടുതൽ നാളികേരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആകെ 7 നാളികേരം എടുത്തിട്ടുള്ളൂ. ഈ 7 4 ഞാൻ പ്രീതിയുടെ കൊക്കസ്റ്റിലാണ് ചെരുകിയത്. വീട്ടിലുണ്ടായത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അതിൽ ചെരുകിയത്. ഈ ചെരുകിയതെല്ലാം ഞാൻ മിക്സിയിലിട്ട് അടിച്ച് നാളികേരപ്പാൽ പിഴിഞ്ഞ് ഞാൻ നേരെ ഫ്രിഡ്ജിൽ കയറ്റി. ഇപ്പം ഞാൻ ഇത് ചെയ്യണത് നൈറ്റാണ് കേട്ടോ. പിറ്റേ ദിവസം മോർണിംഗിൽ ഞാൻ ബാക്കിയുള്ള നാളികേരം മുറിയൊക്കെ ഞാൻ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റാണ് ചെയ്തത്. ഒരു 10 മിനിറ്റ് വെച്ചപ്പോഴേക്ക് ചുറ്റുമൊക്കെ ഇങ്ങനെ അടർന്ന പോലെ കണ്ടു. അപ്പോൾ പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ അടിക്കുകയാണ് ചെയ്തത്. ഈ അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ നാളികേരക്കൊത്തിൻ്റെ സെയിം അളവിൽ വേണം കേട്ടോ നമ്മൾ വെള്ളം എടുക്കാൻ. ഇതേപോലെ തന്നെ എല്ലാ നാളികേരക്കൊത്തും നമ്മൾ അടിച്ചെടുക്കാം കേട്ടോ. ഈ അടിച്ചെടുത്തേക്ക് സെപ്പറേറ്റ് ഒരു പാത്രത്തേക്ക് വെള്ളം ചൂടാക്കാൻ വെക്കാം കേട്ടോ. ആ വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ച് വെച്ച നാളികേരക്കൂട്ടിക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ച് ഇളക്കുക. അത് കഴിഞ്ഞ് ഇത്തിരി ചൂടാറിയെന്ന് കണ്ടാൽ കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ ചെറുചൂടിൽ തന്നെയാണ് കേട്ടോ നാളികേരം അരച്ചത് പിഴിഞ്ഞെടുക്കണേ. ഞാൻ മല്ലിത്തുണി വെച്ചിട്ടാണ് പിഴിഞ്ഞെടുക്കണേ. കാരണം എന്ന് വെച്ചാൽ എനിക്കതാണ് സുഖം. നിങ്ങൾക്ക് അരിപ്പ വേണമെങ്കിൽ അരിപ്പ യൂസ് ചെയ്യാം, തോർത്തുമുട്ട അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കാം. ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പിഴിഞ്ഞ് വെച്ച പാലാണ് കേട്ടോ. അവിടെ 2 പാത്രം ഇരിക്കുന്നില്ല, അതിൽ ഒരെണ്ണം നമ്മൾ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതും ഇപ്പോൾ പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ. നമ്മളെപ്പോഴും വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ നാളികേരപ്പാൽ തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഉണ്ടാക്കണമായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ നാളികേരപ്പാൽ മുകളിൽ കട്ടിയായിട്ടും വെള്ളം സെപ്പറേറ്റ് ഉണ്ടാവും. നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമുക്ക് ലാഭമായിട്ട് കിട്ടും. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ ഞാൻ തലേദിവസം വെച്ച നാളികേരപ്പാലിൻ്റെ ആ കട്ടിയും അതേപോലെ തന്നെ ഇപ്പം അടിച്ച് വെച്ചതും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം എനിക്ക് ഉണ്ടാക്കാൻ. എനിക്കെന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ടൈമില്ല. ഉണ്ണിക്ക് പിറ്റേ ദിവസത്തേക്ക് വെന്ത വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഉള്ളിയിലിട്ടിട്ട് ഈ നാളികേരപ്പാലും ഇതൊക്കെ ഇളക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തൃപ്തി തോന്നിയില്ലായിരുന്നു. നേരെ ഞാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് പിന്നെ അതിലായിരുന്നു ബാക്കിയുള്ള പരിപാടികൾ. നമ്മൾ എന്നിട്ട് ഈ നാളികേരപ്പാൽ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാനമ്മയും കൂടി മാറിയിട്ടാണ് കേട്ടോ ഇളക്കിക്കൊണ്ടിരുന്നത്. ഇതിലിതാ ഇപ്പോൾ വെളിച്ചെണ്ണയും കൊറ്റനും സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ കൊറ്റൻ നല്ല ബ്രൗൺ ഷെയ്ഡ് ആണോ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഗ്യാസുമെന്ന് ഇറക്കി അത് നമ്മൾ മാറ്റി വയ്ക്കുക. ഞാൻ ചൂടോട് തന്നെയാണ് ഞാൻ മറ്റൊരു പാത്രത്തേക്ക് വെളിച്ചെണ്ണ മാറ്റണത്. ഇതാണ് കേട്ടോ നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ വെളിച്ചെണ്ണ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.